ഹായ്, സ്ട്രൈക്കിംഗ് ബ്ലോഗേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈഷ്ണവ്. ഞാൻ അക്ഷയ്. കമ്പനിയിൽ കണ്ടപ്പോ തന്നെ എന്താ പരിപാടി എന്ന് മനസ്സിലായി കാണുമല്ലേ? അതെ, ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി. കൺഗ്രാറ്റുലേഷൻസ് ഡ്യൂഡ്. എടാ, നമ്മുടെ ചാനലല്ലേ? അത് ശരിയാണല്ലോ. അതെ, ഡിസംബർ 8-ാം തീയതി ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുന്നു. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും എന്ന ക്രൈറ്റീരിയ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി. അതും 205 ദിവസത്തിനുള്ളിൽ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള മൊമെന്റ് ആണിത്. സത്യം പറഞ്ഞ ഇവന്റെ ബർത്ത്ഡേക്ക്, അതായത് May 13-ന് വെറുതെ തുടങ്ങിയ ചാനലായത്. സത്യം പറഞ്ഞ ഇത്രയും ഗ്രോ ചെയ്യുന്ന ഞങ്ങൾ കരുതിയില്ല. ഫ്രണ്ട്സിന്റെ മുമ്പിൽ തള്ളി പൊളിക്കാൻ ഒരു ചാനൽ, അത്ര ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ സീൻ മാറി, കംപ്ലീറ്റ് പിടുത്തം വിട്ടുപോയി. ഈ വിജയം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങളെ വലുതാക്കിയ പ്രേക്ഷകർക്ക്. May 13-ന് തുടങ്ങിയ ചാനലായത്. കംപ്ലീറ്റ് 100 ഡേയ്സ് കൊണ്ട് ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് നേടാൻ കഴിഞ്ഞു. നിങ്ങൾ കരുതുന്നുണ്ടാവും വളരെ സിമ്പിൾ പരിപാടിയായിരുന്നു അതെന്ന്. പക്ഷേ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. എന്താണെന്നല്ലേ പറയാം. ഈ കൊറോണ കാലത്ത് യൂട്യൂബ് ചാനൽസിന്റെ കുത്തൊഴുക്കായിരുന്നു. അതുപോലെ കൊറോണ കാലത്ത് പൊട്ടിമുളച്ചൊരു ചാനലാണ് ഞങ്ങളുടേത്. കയ്യിൽ ഫോണുള്ള എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി. അതായത് ഞങ്ങളെ പോലെ. ആദ്യ മാസത്തിൽ 1-2 വീഡിയോസേ പോസ്റ്റ് ചെയ്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ലോക്ക്ഡൌൺ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ പുറത്തിറങ്ങിയ പോലീസ് എടുത്ത് വീക്കും. അങ്ങനെ 3 മാസം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 6 വീഡിയോസ് ചെയ്തു. പക്ഷെ 2 വീഡിയോ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 600 സബ്സ്ക്രിപ്ഷൻ കിട്ടി. പിന്നെ അങ്ങോട്ട് കട്ടക്കിടിച്ചിട്ടും സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. അപ്പോഴാണ് സബ് ഫോർ സബ് വന്നത്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ 58 ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തു. തിരിച്ചങ്ങ് 38 സബ്സ്ക്രൈബേഴ്സേ കിട്ടിയുള്ളൂ. അപ്പോഴായിരുന്നു യൂട്യൂബ് ഞങ്ങൾക്ക് ഒരു പണി തന്നത്. ഈ 38 എണ്ണത്തിൽ 16 എണ്ണം യൂട്യൂബ് സ്പാം ആക്കി. ഈ പരിപാടി നടക്കില്ലെന്ന് ഞങ്ങൾക്ക് വിശ്വാസമായപ്പോ ഞങ്ങള് പിന്നെയും വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ 6 വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് നേടാൻ കഴിഞ്ഞു. 1K സബ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി അഹങ്കാരമായി തുടങ്ങി. വേറൊന്നുമല്ല, പെട്ടെന്ന് മോണിറ്റൈസ് ആവണം എന്നൊരാഗ്രഹം. അതിന് അഹങ്കാരം എന്ന് പറയാൻ പറ്റൂ. ഞങ്ങൾ പിന്നെയും ചറപറാന്ന് വീഡിയോസ് ഇട്ടു. പിന്നെ പതിയെ വാച്ച് ടൈം കേറാൻ തുടങ്ങി, ആമ കയറുന്ന പോലെ. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മൾട്ടി ടാസ്ക് എന്ന പരിപാടിയായിട്ട് വന്നത്. ഞങ്ങളുടെ ചാനൽ അവര് കാണും, അവരുടെ ചാനൽ ഞങ്ങൾ കാണണം. ആദ്യത്തെ ദിവസം തന്നെ ഈ പരിപാടി പൊളിഞ്ഞ് പാളിസായി. കാരണം എന്താണെന്നറിയാവോ? ഞങ്ങൾ രണ്ടുപേരുടെയും ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ചാനൽ കാണാൻ സമയം കിട്ടില്ല. അവസാനം ഞങ്ങൾ അടിച്ച് പിരിഞ്ച്. There is no other way. ഞങ്ങൾ പിന്നെയും വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തുടർച്ചയായി 10 വീഡിയോസ് ചെയ്തു. ബാക്കി കഥ പറയും മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ. അങ്ങനെ 16 വ്ലോഗ് കൊണ്ട് ഞങ്ങൾക്ക് 4000 വാച്ച് അവേഴ്സ് നേടാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ നല്ല കാലം കൊണ്ടോ യൂട്യൂബിന്റെ കഷ്ടകാലം കൊണ്ടോ 16 വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് 4000 വാച്ച് അവേഴ്സ് നേടാൻ കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ യൂട്യൂബ് ഒരു പണിയായിട്ട് വന്നു. അതായത് 4 ആഴ്ച മുമ്പ് യൂട്യൂബ് പുതിയൊരു പോളിസി കൊണ്ടുവന്നു. വേറൊന്നുമല്ല, മോണിറ്റൈസ് ആവാത്ത ചാനലിനും ആഡ്സ് വരും. പക്ഷെ സന്തോഷിക്കേണ്ട, അതിന്റെ റവന്യൂ ഫുള്ളും യൂട്യൂബ് എടുക്കും. ജനുവരി 1-ാം തീയതി മുതൽ ഈ പരിപാടി യൂട്യൂബ് ഇന്ത്യയിൽ നടപ്പിലാക്കും. ഇതറിഞ്ഞപ്പോ ഞങ്ങൾക്കും വാശിയായി. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. പിന്നെ ഞങ്ങൾ വീഡിയോസ് ഇട്ടു. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പോൾ ഇതുവരെ മോണിറ്റൈസ് ആവാത്ത ആരും വിഷമിക്കരുത്. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയെങ്കിൽ നിങ്ങളുടെ ചാനലും തീർച്ചയായും മോണിറ്റൈസ് ആവും. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ നല്ല നല്ല കണ്ടന്റ് സെലക്ട് ചെയ്ത് നല്ല വീഡിയോസ് ഇടുക. There is no shortcuts. നമ്മുടെ വിവേകം സിനിമയിൽ നമ്മുടെ അജിത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നെവർ എവർ ഗിവ് അപ്പ്. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മോണിറ്റൈസേഷൻ ആവാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സഹായവും സഹകരണവും വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. Thanks for watching this video. This is Akshay and Vaishnav signing off. Bye bye.